നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുകയാണ് തമിഴ് സിനിമ താരവും രാഷ്ട്രീയ നേതാവുമായ ശരത് കുമാർ. ഭാരതം ഇന്ന് ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം മോദിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓൾ ഇന്ത്യ സമത്വ മക്കൾ കക്ഷി എന്ന അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടി സംഘടിപ്പിച്ച ഒരു പൊതുപരിപാടിയിൽ വെച്ചാണ് ഈ ശ്രദ്ധേയമായ പരാമർശം ഉണ്ടായിരിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയം നേടിയ BJPയെ നേരത്തെയും ശരത് കുമാർ പ്രശംസിച്ചു കൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടി യോഗത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കും അദ്ദേഹം അഭിനന്ദനം ചൊരിയുന്നത്. ഓൾ ഇന്ത്യ സമത്വ മക്കൾ കക്ഷിയുടെ സ്ഥാപകനും നിലവിലെ അധ്യക്ഷനും കൂടിയാണ് ശരത് കുമാർ. 2007 ഈ പാർട്ടി രൂപീകരിച്ചിട്ടുള്ളത്. വിജയകാന്തിന്റെ പാർട്ടി പോലെ തന്നെ തമിഴകത്ത് കൃത്യമായ ഒരു അഡ്രസ് ഉള്ള പാർട്ടിയാണ് ശരത് കുമാറിന്റെ പാർട്ടിയും. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ വലിയ വിജയങ്ങൾ നേടാൻ അവർക്ക് സാധിച്ചിട്ടില്ല. മാത്രമല്ല അദ്ദേഹം ഈ പൊതുയോഗത്തിൽ പറഞ്ഞ ചില വാക്കുകൾ അത് പ്രധാനമായും തമിഴ് മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുമുണ്ട്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെല്ലുമ്പോഴും ഭാരതീയൻ എന്ന നിലയിൽ ഇപ്പോൾ നമുക്ക് ബഹുമാനം ലഭിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അത് തുറന്നു പറയാൻ തനിക്ക് ഒരു മടിയുമില്ല. മാത്രമല്ല ദുബായിൽ നടന്ന പരിസ്ഥിതി ഉച്ചകോടിയിൽ എത്തിയ പ്രധാനമന്ത്രിക്കൊപ്പം ഫോട്ടോ എടുക്കാൻ അവിടെയുള്ള നേതാക്കൾ, ലോക നേതാക്കൾ മത്സരിക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയാം ദുബായിലെ ഈ പരിസ്ഥിതി ഉച്ചകോടിയിൽ വെച്ചാണ് മെലഡി എന്ന ഒരു സെൽഫി വളരെയധികം വൈറലായത്. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മാത്രം ലോക നേതാക്കൾക്കുൾപ്പെടെ ഇത്ര താല്പര്യം എന്നതിന്റെ വ്യക്തമായ കാരണം കൂടിയാണ് ശരത് കുമാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ആർക്കും വോട്ട് ചെയ്യണമെന്നൊന്നും താൻ ആവശ്യപ്പെടില്ല, പക്ഷെ നല്ല നേതാക്കൾ അവർ ഏത് പാർട്ടി ആണെങ്കിലും അംഗീകരിക്കേണ്ടതുണ്ട് എന്നുകൂടി അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിലായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. താനിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ താൻ നാളെ BJPയിലേക്ക് എത്തും എന്ന് പ്രചരിപ്പിക്കാൻ പലരുടെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടാവും. അങ്ങനെ പ്രചരിപ്പിച്ചാലും തനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്നുകൂടി ശരത് കുമാർ പറയുന്നുണ്ട്. തീർച്ചയായും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2026 നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ കൃത്യമായ ഒരു അടയാളപ്പെടുത്തൽ ഈ സമത്വ മക്കൾ കക്ഷിക്ക് ലഭിക്കണമെന്നുള്ള വലിയ ആഗ്രഹം ആ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും ഒക്കെ അനുകൂലിച്ച് അല്ലെങ്കിൽ പ്രശംസിച്ച് രംഗത്തെത്തുമ്പോൾ അത് തീർച്ചയായും രാഷ്ട്രീയത്തിന്റെ അണിയറയിൽ ചില നീക്കങ്ങൾ നടക്കുന്നതിന്റെ സൂചനയായി കൂടി കാണാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.